വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ച പട്ടയമേളയിൽ അർഹരായ 173 പേർക്ക് സ്വന്തം ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം. സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് SDV സെന്റിനറി ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാ പട്ടയമേള നടന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നിർവഹിച്ചു. LDF സർക്കാരിന്റെ 7.5 വർഷത്തെ കാലയളവിൽ 3.5 ലക്ഷത്തിലധികം കുടുംബങ്ങളെ പട്ടയം നൽകി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ ക്ഷേമ നടപടികൾ നിലകൊള്ളുന്നത്. ഇതിനെല്ലാം തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിലൊന്നും പതറാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇഞ്ച് പോലും അത്തരം കാര്യങ്ങളിൽ പിന്നോട്ട് പോകാതെ നാം പ്രഖ്യാപിച്ച വികസനക്ഷേമ മേഖലകളിൽ നമ്മുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പട്ടയമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പട്ടയമേളയിൽ സംസ്ഥാനത്ത് 31,499 പേർക്കാണ് പട്ടയം നൽകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാതല പട്ടയമേളയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പട്ടയ വിതരണം നടത്തി. AM ആരിഫ് MP, MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, തോമസ് കെ തോമസ്, MS അരുൺകുമാർ, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ADM വിനോദ് രാജ്, സബ് കളക്ടർ സമീർ കിഷൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അരൂർ 23, ചേർത്തല 21, ആലപ്പുഴ 18, അമ്പലപ്പുഴ 20, കുട്ടനാട് 34, ഹരിപ്പാട് 28, മാവേലിക്കര 11, കായംകുളം 11, ചെങ്ങന്നൂർ 7 എന്നിങ്ങനെയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. ഇതിനു പുറമെ 9 കൈവശരേഖകളും വിതരണം ചെയ്തു. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങളാണ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തത്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് കിടങ്ങറ ബസാർ തെക്ക് 8ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയം. ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി വിജയിച്ചത്. BJP സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി 251 വോട്ടുകൾ നേടിയപ്പോൾ LDFിലെ ഗീതമ്മ സുനിലിന് ലഭിച്ചത് 250 വോട്ടുകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച MR രഞ്ജിത്താണ് 3ാം സ്ഥാനത്ത്. രഞ്ജിത്ത് 179 വോട്ടുകൾ നേടി. UDFിലെ KP സുരേഷിന് 97 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി PT സോണിച്ചന് ലഭിച്ചത് 6 വോട്ടുകൾ മാത്രം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വാർഡിന്റെ വികസനം മുൻനിർത്തിയാവും തന്റെ പ്രവർത്തനമെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട NDA സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി പ്രതികരിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകരും ആ വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തകരും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് ഇതിനുവേണ്ടി നടത്തിയത്. ആ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള ആളുകളും എനിക്ക് ആത്മാർത്ഥമായിട്ട് എന്നെ പിന്തുണച്ചതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. ആ വിജയം എൻ്റെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചുകൊണ്ടായിരിക്കും അത് ഞാൻ നൽകുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ടാവില്ല, ജാതിമത ഭേദവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ജനങ്ങളോടൊപ്പം നിന്ന് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി വഴിയുടെ പ്രശ്നമാണെങ്കിലും കുടിവെള്ള പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ വെളിയനാട് പഞ്ചായത്ത് ഓഫീസിലായിരുന്നു വോട്ടെണ്ണൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM പ്രതിനിധിയുമായിരുന്ന MP സജീവിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് 8ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്താണ് വെളിയനാട് ഗ്രാമപഞ്ചായത്ത്. CPIMൽ നിന്നും BJP 8ാം വാർഡ് പിടിച്ചെടുത്തെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഭീഷണിയുണ്ടാവില്ല. 2020 വെള്ളപ്പൊക്ക ദുരിതം നേരിട്ട കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ധനസഹായമായി 3800 രൂപ വീതം നൽകണമെന്ന സർക്കാർ ഉത്തരവ് പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ലെന്ന ആരോപണവുമായി പൊതുപ്രവർത്തകൻ ജെയ്സപ്പൻ മത്തായി. അർഹതപ്പെട്ട 8372 കുടുംബങ്ങൾക്ക് ധനസഹായം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ഇത് കടുത്ത അനീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2020 വെള്ളപ്പൊക്ക ദുരിതം നേരിട്ട കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് ജെയ്സപ്പൻ മത്തായി സർക്കാരിന് പരാതി നൽകിയിരുന്നു.
ഇതിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ കുട്ടനാട് താലൂക്കിലെ 43,538 കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി 3,800 രൂപ നൽകാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ 2022 മാർച്ചിൽ വിതരണം ആരംഭിച്ച് 2 വർഷമാകുമ്പോഴും 35,166 കുടുംബങ്ങൾക്ക് മാത്രമാണ് തുക വിതരണം ചെയ്തിട്ടുള്ളതെന്ന് ജെയ്സപ്പൻ മത്തായി ചൂണ്ടിക്കാട്ടുന്നു. 8,372 കുടുംബങ്ങൾക്ക് ഇനിയും ധനസഹായം വിതരണം ചെയ്തിട്ടില്ല. സഹായ വിതരണത്തിൽ അഴിമതി നടന്നിട്ടുള്ളതായും അദ്ദേഹം ആരോപിച്ചു. ധനസഹായം 2022 ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും കേവലം 35,000 ചില്ലുവാൻ കുടുംബത്തിന് മാത്രം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ധനസഹായം നൽകണം. ഒപ്പം 3,800 രൂപ വെച്ച് ലഭിച്ച ബാക്കി കുടുംബങ്ങൾക്ക് 6,200 രൂപ വെച്ച് നൽകണമെന്നും നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ സഹായ വിതരണത്തിൽ കടുത്ത അഴിമതി നടന്നിട്ടുണ്ട്, ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വിവരാവകാശ രേഖയിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇതിനെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം നടത്തണം. 2020 വെള്ളപ്പൊക്കത്തിന് സർക്കാർ ഇറക്കിയ ഉത്തരവ് ആരാണ് അട്ടിമറിച്ചത്, 3 കോടിയോളം രൂപ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുകയാണ്. ധനസഹായ വിതരണം ഉടൻ പൂർത്തിയാക്കണമെന്നും അർഹതപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരി 27 രാവിലെ 10-ന് കുട്ടനാട് താലൂക്ക് ഓഫീസ് പടിക്കൽ അവകാശ നിഷേധത്തിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ചലച്ചിത്ര നടൻ കൂടിയായ ജെയ്സപ്പൻ മത്തായി. ഇതുവരെ ധനസഹായം ലഭിക്കാത്തവരെ നേരിൽ കണ്ട് ഒപ്പ് ശേഖരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 3,800 രൂപയ്ക്ക് പുറമെ അർഹതപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും 6,200 രൂപ കൂടി അനുവദിക്കണമെന്നും ജെയ്സപ്പൻ മത്തായി ആവശ്യപ്പെടുന്നു. പൊതുപ്രവർത്തകരായ ജോബി കണ്ണമ്പള്ളി, ഷാജി മീനത്തേരി എന്നിവർക്കൊപ്പം മങ്കൊമ്പിൽ KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടകോത്സവത്തിനായി SD കോളേജ് ഒരുങ്ങുന്നു. ഈ മാസം 27, 28 തീയതികളിൽ ആലപ്പുഴ SD കോളേജിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയനാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ദ ഗ്രേറ്റ് വാൾ ഓഫ് റെസിസ്റ്റൻസ് ക്യാൻവാസ് രചന HSLM MLA ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി PR മീനാക്ഷി, സംഘാടക സമിതി ഭാരവാഹികളായ M ശിവപ്രസാദ്, സൗരവ് സുരേഷ്, വൈഭവ് ചാക്കോ, അമൽ കൃഷ്ണ, സൽമാൻ, അമൽ നൌഷാദ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ സമ്പത്താണെന്നും അവരുടെ കഴിവുകൾ നാടിനായി വിനിയോഗിക്കപ്പെടണമെന്നും മാർ ജോർജ് ആലഞ്ചേരി ചമ്പക്കുളം സെയിന്റ് മേരി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരണം. ഇന്ന് കേരളീയർ ലോകത്തുള്ള 182 രാജ്യങ്ങളിൽ ഉണ്ട്. മലയാളികളുടെ സാന്നിധ്യം ലോകത്തുള്ള 182 രാജ്യങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ കേരളീയർ എത്രമാത്രം അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറിയിരിക്കുന്നു, ഗ്ലോബലായിട്ടുള്ള ഒരു അസ്തിത്വത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ വിദ്യാർത്ഥികളിൽ ആരംഭിച്ച് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കാരണം ഈ രാജ്യം നമ്മുടേതാണ്. ഈ രാജ്യത്തിൻ്റെ സുസ്ഥിതി ആണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓരോരോ രാജ്യങ്ങളിലുള്ളവർ ഇതര രാജ്യങ്ങളിലേക്ക് പോയാൽ ദേശീയതയുടേതായ അനുഭവം നഷ്ടപ്പെടും. ഒപ്റ്റിമസ് മരിയൻ പുരസ്കാര വിതരണവും മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ചമ്പക്കുളം സെന്റ് മേരീസ് തിയോളജിക്കൽ സെന്ററിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം അധ്യക്ഷനായി. തോമസ് കെ തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ഡോക്ടർ KC ജോസഫ്, നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VK അശോക് കുമാർ, വാർഡ് മെമ്പർ സോഫിയാമ മാത്യു, സ്കൂളിന്റെ പ്രഥമ പ്രിൻസിപ്പൽ KO തോമസ്, പ്രിൻസിപ്പൽ സിബിച്ചൻ ജോർജ്, ഹെഡ്മാസ്റ്റർ പ്രകാശ് J തോമസ്, PTA പ്രസിഡന്റ് ബിജു B മൂലംകുന്നം, സീനിയർ അസിസ്റ്റന്റ് ഡയാന സേവ്യർ, സ്കൂൾ ലീഡർ ഷെഫിൻ S പോളയ്ക്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചത്.
ചങ്ങനാശ്ശേരി നഗരസഭയും സെന്റ് തെരേസാസ് വാഴപ്പള്ളിയും ജില്ലാ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ സ്നേഹാരാമം നാടിന് സമർപ്പിച്ചു. സ്കൂൾ മതിലിൽ 200 ചതുരശ്ര അടിയിലധികം വിസ്തൃതിയിൽ ശുചിത്വ സന്ദേശങ്ങൾ ചിത്രങ്ങളോടുകൂടി എഴുതി പ്രദർശിപ്പിച്ചത് ശ്രദ്ധേയമായി. ശുചിത്വ മിഷന്റെ വിവരവിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ബീന ജോബി നിർവഹിച്ചു. ഗവൺമെന്റ് സ്നേഹാരാമം നമ്മുടെ NSS കോർഡിനേറ്റർ കുട്ടികളെ കൊണ്ട്, അതായത് സമൂഹത്തിലെ കുട്ടികളിലൂടെ ശുചിത്വം നടപ്പിലാക്കുക, നമ്മുടെ നഗരത്തെ വൃത്തിയാക്കുക എന്നുള്ള ലക്ഷ്യം, ആ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക വേണ്ടിയാണ് സ്നേഹാരാമം പദ്ധതി ഉപയോഗിച്ചിരിക്കുന്നത്. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി അവിടെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് അവിടെയെല്ലാം മനോഹരമാക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഈ ഒരു ബോധ്യം കൊടുത്തുകൊണ്ട് വരും തലമുറയെ നാടിനെ ഒരാരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ പട്ടണത്തെ, നമ്മുടെ നാടിനെ, നമ്മൾ വസിക്കുന്ന ഇടങ്ങളെ വൃത്തിയാക്കുക, ശുചിത്വമുള്ളതാക്കുക എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ സമൂഹത്തിൽ നൽകുന്നത്. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൽസമ്മ ജോബ്, സെന്റ് തെരേസാസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആനി മാത്യു ആലഞ്ചേരിൽ, അധ്യാപകരായ ആൻബി ഗ്രേസ് ബോബി, ലെക്സി മാത്യു, ജോസഫ് തോമസ്, താര എലിസബത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി സുനിൽ, സ്മിരീഷ് ലാൽ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ പി സന്ദേശ് കുമാർ, സ്കൂൾ ലീഡർ അമൂല്യ പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ 7ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും. ഫെബ്രുവരി 24, 25 തീയതികളിലായി റെയ്ബാൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി കിട്ടുവാനുള്ള പ്രക്ഷോഭങ്ങൾ സംഘടന തുടരുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ സംഘടന രൂപീകൃതമായതിന് ശേഷം 2007 ഞങ്ങളുടെ നേരത്തെ BSNL മൊത്തമായി കേന്ദ്ര ഗവൺമെൻറ് മേഖലയിൽ നിന്ന് മാറുമ്പോൾ സർക്കാർ ഉറപ്പ് വന്നിരുന്നു, പെൻഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നൽകും. അതിനുവേണ്ടി പെൻഷൻ നിയമത്തിലൊരു മാറ്റം വരുത്തി. അതാണ് 37A എന്ന് പറയുന്നൊരു വകുപ്പ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. അതോടൊപ്പം മെച്ചപ്പെട്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഞങ്ങൾ BSNLിലേക്ക് മൊത്തമായി മാറിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം 2007 പെൻഷൻ റിവിഷൻ നടപ്പിലാക്കി കഴിഞ്ഞിട്ട് 2017 നടപ്പാക്കേണ്ട പെൻഷൻ റിവിഷൻ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. 7 വർഷം കഴിഞ്ഞു. ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച് ആലപ്പി ഋഷികേശ് സംഗീത സംവിധാനം നിർവഹിച്ച സ്വാഗത ഗാനത്തോടെ സമ്മേളനം ആരംഭിക്കും. ജോൺ ബ്രിട്ടാസ് MP ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനാവും. സ്വാഗത സംഘം ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, BSNL കേരള സർക്കിൾ ടെലികമ്മ്യൂണിക്കേഷൻ ചീഫ് ജനറൽ മാനേജർ B സുനിൽകുമാർ, ജോയിന്റ് കൺട്രോളർ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് D വൈഷ്ണവി, സംഘടനയുടെ മുതിർന്ന നേതാവ് VAN നമ്പൂതിരി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KG ജയരാജ് എന്നിവർ സംസാരിക്കും. ഫെബ്രുവരി 24 വൈകിട്ട് 6 ചേരുന്ന സാംസ്കാരിക സമ്മേളനം ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാഹിത്യ മത്സരത്തിൽ വിജയികളായവർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 25 രാവിലെ 9 ചേരുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് 450 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ P സുരേന്ദ്രൻ, ലെനി ജോസഫ്, T മധു, N ഗുരുപ്രസാദ് എന്നിവർ പങ്കെടുത്തു. മികവുത്സവം 2024 ഭാഗമായി കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പഠനോത്സവം പരിപാടി ശ്രദ്ധേയമായി. ക്ലാസ് മുറികളിൽ കുട്ടികൾ ആർജിച്ച അറിവും കഴിവുകളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് 2 കേന്ദ്രങ്ങളിലായി കഴിഞ്ഞ ദിവസം ജനകീയ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 10 പുളിങ്ങുന്ന് ഫാത്തിമ കപ്പേളയ്ക്ക് സമീപത്തെ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ അമ്പിളി T ജോസ് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ MR മഹേഷ്, മങ്കൊമ്പ് BRC BPC രാജേഷ് വിജയൻ, മുൻ ഹെഡ് മാസ്റ്റർ TS പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 തട്ടാശ്ശേരി നവധാര വായനശാലയ്ക്ക് സമീപമായിരുന്നു പഠനോത്സവം പരിപാടി നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ SMC ചെയർമാൻ MR മഹേഷ് അധ്യക്ഷനായി. CRC കോർഡിനേറ്റർ PS ശ്രീജിത്ത്, മുൻ ഹെഡ് മാസ്റ്റർ V വിത്തവാൻ,
കണ്ണാടി UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ മികവുകളുടെ അവതരണവും നടന്നു. തുമ്പുങ്കൽ സ്റ്റാൻലി ജോർജ് സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ നടക്കും. SB കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40-ലധികം ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജിന്റെയും YMCA ചങ്ങനാശ്ശേരിയുടെയും നേതൃത്വത്തിൽ ലവ് ഓൾ 2024 എന്ന പേരിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 5-ന് മത്സരങ്ങൾ ആരംഭിക്കും. സംസ്ഥാന മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ചങ്ങനാശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാൻലി ജോർജ് സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഓൾ കേരള ഡബിൾസ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് അകാലത്തിൽ പൊലിഞ്ഞ സ്റ്റാൻലി ജോർജ് ആളിനെ നമ്മൾ പല രീതിയിലാണ് ഓർമ്മിക്കുക. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഓർമ്മിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവയവദാനത്തിന്റെ വലിയ സന്ദേശം ലോകത്തിന് നൽകി ഈ ലോകത്തിൽ നിന്നും മറഞ്ഞുപോയ ആളാണ്. പക്ഷേ ആളിന്റെ ഓർമ്മ നിലനിർത്തുക എന്നുള്ളത് കുടുംബത്തിന്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ എനിക്കൊന്ന് ചങ്ങനാശ്ശേരി അക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് ഈ അവയവദാനത്തിന്റെ. കാരണം അതില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ജീവിതങ്ങൾ, നരകിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം അതിനു വേണ്ടി കൂടിയുള്ള, അതായത് ഒരു ക്യാമ്പയിന്റെ ഭാഗമായി കൂടി ഇതിനെ മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവയവദാനത്തെക്കുറിച്ചുള്ള ക്യാമ്പയിന്റെ ഭാഗമായി കൂടി ഈ ഒരു ടൂർണമെന്റിനെ, ഡബിൾസ് ഷട്ടിൽ ടൂർണമെന്റിനെ നമ്മൾ മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു പട്ടണമാണ് ചങ്ങനാശ്ശേരി. പക്ഷെ അതിന് തക്ക രീതിയിലുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇനീഷ്യേറ്റീവായി. ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് 10,001 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം 5,001 രൂപയുടെയും 3,001 രൂപയുടെയും ക്യാഷ് അവാർഡും മെമന്റോയും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുക. മികച്ച കളിക്കാരന് 1,001 രൂപയും മെമന്റോയും സർട്ടിഫിക്കറ്റും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടം, ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ കുര്യൻ തൂമ്പുങ്കൽ, YMCA പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം ചെങ്ങന്നൂരിൽ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഇരമത്തൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ കൊല്ലകടവിൽ സമാപിച്ചു. SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി ജാഥ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാന്നാറിന് സിയാദ് മണ്ണാമുറി പതാക കൈമാറി. ഉദ്ഘാടന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ, ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കൊല്ലകടവിൽ നടന്ന സമാപന സമ്മേളനം ഷാജഹാൻ വിയപുരം ഉദ്ഘാടനം ചെയ്തു. തലവടി തിരുവനേനർക്കാവ് ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ പ്രവേശന കവാട സമർപ്പണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് KR ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. തെന്നശ്ശേരിൽ തങ്കപ്പന്റെ സ്മരണാർത്ഥം മകൻ TC മോഹനാണ് പ്രവേശന കവാടം സമർപ്പിച്ചത്. ക്ഷേത്രസമിതി ചെയർമാൻ PRV നായർ, ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, ക്ഷേത്ര മാനേജർ അജികുമാർ കലവറശ്ശേരിൽ എന്നിവർ ചേർന്ന് TC മോഹനെ ആദരിച്ചു. വാർഡംഗം ബിനു സുരേഷ്, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നാഗോത്സവവും ആയില്യപൂജയും നാരങ്ങാനം ദേവിപുരം കരക സമിതിയുടെ നേതൃത്വത്തിൽ വ്രതമനുഷ്ഠിച്ച് മഞ്ഞൾ നീരാട്ടം നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷമായിരുന്നു പ്രസാദമൂട്ട്. ക്ഷേത്രം മുഖ്യതന്ത്രി നീലകണ്ഠര് ആനന്ദ് പട്ടമന വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5,715 രൂപ, പവന് 45,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.